ഇപ്പോൾ ഇക്കഴിഞ്ഞ റമദാൻ മാസം, ഈ കഴിഞ്ഞ റമദാൻ നമുക്ക് 30 നോയമ്പ് കിട്ടി. കുറേ കാലമായിട്ടിപ്പോൾ 30 നോയമ്പ് കിട്ടിയത് കഴിഞ്ഞ റമദാനിലാണ്. അപ്പോൾ 30ൻ്റെ അന്ന് തറാവി കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് പെരേക്ക്. അപ്പം അങ്ങനെ നമ്മൾ വിചാരിക്കുകയും ചെയ്തു, ഒപ്പമുള്ളവരോട് പറയുകയും ചെയ്തു, അൽഹംദുലില്ലാഹ് ഈ കൊല്ലത്തെ റമദാൻ മാസം ഏതായാലും മുതലായി. 30 തറാവീഹ് കിട്ടി. അൽഹംദുലില്ലാഹ്, ഹംദിൻ്റെ ഒക്കെ ഒരു നീളേ 30 തറാവീഹ് കിട്ടിക്കല്ലേ, എന്തോ വലിയ സംഭവമായി എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പോവുകയാണ്. പിറ്റേന്ന് പള്ളിയേക്ക് വന്നപ്പോൾ മൗലവി വയത് പറയാണ്, ബഹുമാനപ്പെട്ട സയ്യിദുനാ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും രാത്രിയിൽ 300 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കലുണ്ടായിരുന്നു. അപ്പം മനസ്സിലാകും ഇതിൻ്റെ 30 തറാവി ഒടുക്കും എത്തിയിട്ടില്ല. അതിനാണ് താരീഖ്. അതിനാണ് താരീഖ് എന്ന് പറയണത്. നമ്മളെടുക്കും എത്തിയിട്ടില്ല എന്ന് മനസ്സിലാവാനാണ്. അല്ലെങ്കിൽ നമ്മളെന്തോ വലിയ സംഭവമാണെന്ന് തോന്നും നമുക്ക്. ഇപ്രാവശ്യം മദീനയിൽ ചെന്നപ്പോൾ വലിയൊരു അത്ഭുതം കണ്ടു. ഒരു റോഡ് സൈഡിൽ, ഹൈവേൻ്റെ സൈഡിൽ വലിയ 2 ബിൽഡിങ്, നേരിയ ചുവന്ന പെയിൻ്റ് അടിച്ച വലിയ 2 ബിൽഡിങ്. ആ ബിൽഡിങ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഹാദാ വഖഫ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ലിൽ മുസ്ലിമീൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മുസ്ലിങ്ങൾക്ക് വഖഫ് ചെയ്തതാണ് എന്ന് അതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു അസ്ലമുണ്ട്. അസ്ലമിനോട് ഞാൻ ചോദിച്ചു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്തായാലും ഈ ബിൽഡിങ് വഖഫ് ചെയ്യാൻ സാധ്യമല്ലല്ലോ, എന്നാൽ പുതിയ ബിൽഡിംഗ് അല്ലേ, എന്തായാലും വഖഫ് ചെയ്യാൻ സാധ്യമല്ല, എന്താണ് ഈ സംഭവം എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, മുസ്ലിങ്ങളുടെ പൊതുവായ ഗുണത്തിന് വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു വലിയൊരു ഈത്തപ്പനത്തോട്ടം വഖഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈത്തപ്പനക്കൊക്കെ വയസ്സായി. അങ്ങനെ ഈത്തപ്പനകളൊക്കെ മുറിച്ചുപോയി. ആ സ്ഥലം ഇവിടെ ബാക്കിയായി കിടന്നു. സൗദി ഗവൺമെൻറ് അതിൽ വലിയ 2 ബിൽഡിങ്ങുകൾ ഉണ്ടാക്കി. അതിന് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് നൽകി. രസദല്ല, രസം ഇഞ്ഞ് പറയാൻ പോണതാണ്. അതിൻ്റെ ആധാരം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലാണ് എന്നുള്ളതാണ്. ഞാൻ അതുമല്ല, അജബ്, അത്ഭുതം അതുമല്ല, സൗദിയിലെ നാഷണൽ ബാങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്നും ഇതിൻ്റെ വാടക ആ അക്കൗണ്ടിലേക്കാണ് പോണത് എന്നതുമാണ് ഏറ്റവും അത്ഭുതകരമായ കാര്യം. ഇതിങ്ങനെ പറയുമ്പോൾ നമുക്ക് തോന്നും, എന്നാലും ഞാൻ പള്ളിപ്പണിക്ക് 2250 കൊടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ കൊടുത്ത 2000 1000 വലുതായി തോന്നുക. ഉസ്മാൻ എന്നാലും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു മുഹാജിറാണ്, അൻസാരി അല്ല, മദീനക്കാരനല്ല. മക്കത്ത് നിന്ന് കയ്യും വീശിങ്ങാണ്ട് വന്നതാ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്ന മുഹാജിറാണ് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. പിന്നെ എന്തേ മൂപ്പർക്ക് ഇങ്ങനെ കൊടുക്കാൻ മാത്രം ഉണ്ടായി? കൊടുക്കാനുള്ള മനസ്സുണ്ടായി എന്നുള്ളതാണ് കാരണം. കൊടുക്കാൻ മനസ്സുണ്ടോ കൊടുക്കാനുള്ള പൈസ ഉണ്ടാവും. കൊടുക്കാനുള്ള മനസ്സില്ലേ കീശയ്ക്ക് ഇങ്ങനെ ഊതും. അവസാനം ഞാൻ പറഞ്ഞ മാതിരി പറയേണ്ടി വരും, ഇവിടെ ഉള്ളവരതൊക്കെ വാങ്ങിക്കോളി എന്ന് പറയേണ്ടി വരും. മനസ്സുണ്ടെങ്കിലേ സാധനം ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. മനസ്സുള്ളവനുണ്ടാവും, അല്ലാത്തവനുണ്ടാവില്ല. തന്നെ വിഷയം. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വലിയ ധർമ്മിഷ്ഠനായിരുന്നു. അപ്പം അതുകൊണ്ട് ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അടങ്ങാത്ത സ്നേഹം വെച്ചു. പറയാനുള്ള സംഭവം ഇതാണ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു വഫാത്താവുന്ന സമയത്ത് മദീന പള്ളിയുടെ മിനാരത്തിൻ്റെ ഭാഗത്തു നിന്നൊരു ശബ്ദം കേട്ടു, ഉസ്മാനെ വെള്ളം വേണമെന്ന്. മുത്തുനബിയുടെ ശബ്ദം സല്ലല്ലാഹു അലൈഹി വസല്ലം. താരീഖുകൾ പഠിക്കണം. കോയക്കുട്ടി ഉസ്താദിൻ്റെ താരീഖ് പഠിക്കണം, ചാപ്പനങ്ങാടി ഉസ്താദിൻ്റെ താരീഖ് പഠിക്കണം, ശംസുൽ ഉലമാ റഹിമഹുള്ളയുടെ താരീഖ് പഠിക്കണം, കണ്യത്ത് ഉസ്താദിൻ്റെ ചരിത്രം പഠിക്കണം, ബാ അലവി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ചരിത്രം പഠിക്കണം. ചരിത്രം പഠിക്കുമ്പോൾ 2 കാര്യമുണ്ട്. ഒന്ന്, നമുക്ക് അതേമാതിരി ആകാൻ പരിശ്രമിക്കാം. നടന്നില്ലെങ്കിലും പടച്ചോനെ ഞാൻ എവിടേക്കും എത്തിയിട്ടില്ലല്ലോ റബ്ബേ എന്ന് ഓർമ്മ വരും. ശംസുൽ ഉലമയെ നമ്മളാകെ കാണുക 3 തരത്തിലുള്ളൂ. 3ൽ ഒരു രൂപത്തിൽ മാത്രമാണ് മഹാനായ ശംസുൽ ഉലമയെ കാണുക. ഒന്നുകിൽ വലിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് കാണും, വലിയ സമ്മേളന പരിപാടി ഉദ്ഘാടനം ചെയ്യും, അത് നമ്മൾ കാണും. അല്ലെങ്കിൽ സ്വഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്നതായിട്ട് കാണും. അല്ലെങ്കിൽ ശംസുൽ ഉലമയെ കാണുക
ദിക്ർ ചൊല്ലുന്ന ആളായിട്ട് മാത്രമാണ്. ഇതല്ലാത്തൊരവസ്ഥയിൽ കാണൂല. പിന്നെ സമസ്ത പോലത്തെ വലിയ സംഘങ്ങളുടെ മീറ്റിങ്ങുകളിൽ മഹാനായ ശംസുൽ ഉലമ പങ്കെടുക്കും. അതിൽ അഭിപ്രായങ്ങൾ പറയും. അപ്പോഴും ദാക്കിറായിരിക്കും. 8 മാസം ഭാര്യ മരണപ്പെട്ടതിന് ശേഷം മഹാനായ ശംസുൽ ഉലമ റഹിമഹുല്ലാ തൻ്റെ മകളുടെ വീട്ടിൽ, ആമിന എന്ന മകളുടെ വീട്ടിൽ കുറ്റിക്കാട്ടൂരിൽ താമസിച്ചത് തൻ്റെ മകൾ പറയുന്നുണ്ട്. വാപ്പ എൻ്റെ വീട്ടിൽ 8 മാസം താമസിച്ചു. ആ സമയത്ത് പകൽ സമയത്ത് സമസ്തയുടെ മീറ്റിങ്ങുകൾ ഉണ്ടെങ്കിൽ അതിന് പോകും. മിക്കവാറും മഗ്‌രിബിയുടെ മുമ്പായി വീട്ടിൽ തിരിച്ചെത്തും. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ സംസാരിക്കുകയേയില്ല. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരും. അപ്പോൾ വീട്ടുകാര്യങ്ങൾ ചോദിച്ചറിയുകയും കുടുംബകാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. അങ്ങനെ ഉപ്പ കിടക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാൻ കാപ്പി ഉണ്ടാക്കി കട്ടിലിൻ്റെ താഴ്ഭാഗത്ത് കൊണ്ടുവച്ച് കൊടുക്കും. ഉപ്പാക്ക് ആവശ്യമുണ്ടെങ്കിൽ കുടിച്ചോട്ടെ എന്ന് കരുതിയിട്ട് വാതിൽ മെല്ലെ ചാരി വെച്ച് ഞാൻ കിടക്കാൻ വേണ്ടി പോകും. രാത്രി 12:30 1 മണിയോ ആകുമ്പോൾ ഞാൻ ഉറക്കത്തിൽ നിന്നുണരുമ്പോൾ വാപ്പ എന്താണ് ചെയ്യുന്നത് എന്നറിയാൻ വേണ്ടി ഞാൻ മെല്ലെ വന്ന് വാതിലിൻ്റെ ഇടയിലൂടെ നോക്കുമ്പോൾ പടിഞ്ഞാറേക്ക് തിരിഞ്ഞ് ശരീരത്തിലൂടെ ഒരു പുതപ്പിട്ട് തസ്ബീഹ് മാല സ്പീഡിൽ മറിച്ചു കൊണ്ടിരിക്കുന്ന വാപ്പയെ കാണുമായിരുന്നു. രാത്രി 2 മണിയായാൽ ഞാൻ വീണ്ടും വന്ന് നോക്കും. അപ്പോഴും പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് കട്ടിലിൽ കയറിയിരുന്ന് മേത്തുകൂടി ഒരു പുതപ്പിട്ടിട്ട് തസ്ബീഹ് മാല സ്പീഡിൽ മറിക്കുന്ന വാപ്പയെ കാണും. നേരം പുലർന്നാൽ മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മീറ്റിങ്ങുകളോ പരിപാടികളോ ഉണ്ടെങ്കിൽ അതിന് പോവുകയും ചെയ്യുമായിരുന്നു. അതാണ് ശംസുൽ ഉലമ റഹിമഹുല്ലാ. നമ്മൾ എന്തുകൊണ്ട് സമസ്തക്കാരായി എന്നതിൻ്റെ ഉത്തരം ശംസുൽ ഉലമയാണ്. നമ്മളെന്തുകൊണ്ടാണ് സമസ്തക്കാരായത് എന്നതിൻ്റെ ഉത്തരം ശംസുൽ ഉലമ റഹിമഹുല്ലയാണ്. അതുകൊണ്ട് മുൻഗാമികളുടെ താരീഖുകൾ പഠിക്കണം. എന്നിട്ട് നമ്മൾ അതുപോലെ ആവാൻ വേണ്ടി പരിശ്രമിക്കണം. ആയില്ലെങ്കിൽ പോലും നമ്മുടെ ഒടുക്ക് എത്തുന്നില്ല റബ്ബേ എന്നുള്ളൊരു സങ്കടമെങ്കിലും വരും. ആ സങ്കടം നമ്മളെ കഴിച്ചിലാക്കും. ആ സങ്കടം നമ്മളെ രക്ഷപ്പെടുത്തും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ.